എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ക്യൂട്ട് കമൻറ്റോട് കൂടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ഇവിടെ ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ്. ജോബ് റിസൈൻ ചെയ്ത് റൂമിലിരിക്കാൻ തുടങ്ങിയ അന്ന് തൊട്ടിട്ട് ഹസ്ബൻഡിൻ്റെ മോട്ടിവേഷനും പ്ലാനും ചെയ്തിട്ടാണ് 1.5 മാസങ്ങൾക്കിപ്പുറം ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അല്ല, ആ കമൻറ്റ് എന്താണ് കേൾക്കണ്ടേ? നോർമലി എല്ലാവരും വളരെ ഹാപ്പനിങ് ആയിട്ടും വളരെ ആക്റ്റീവായിട്ടും വളരെ ക്രിയേറ്റീവായിട്ടുള്ള കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുന്ന ഈ ടൈമിലാണോ നീ നിൻ്റെ ചായയും അവലുമായിട്ട് വരുന്നത്? സൂഫി ജോബ് കഴിഞ്ഞ് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 6:30 ടൈം ആവും. ആസ് യൂഷ്വൽ 5:30 ആകുമ്പോൾ എവിടെ നിന്ന് ഒരു ബോധം വരും, ഇന്ന് ചായക്ക് എന്തെങ്കിലും ഒരു കടി വേണ്ടേ. കടി മീൻസ് സ്നാക്സ്. ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന കാലത്ത് ഞാൻ റൂമിലേക്ക് എത്താറുണ്ട്. ജോബ് കഴിഞ്ഞ് എത്തുന്നത് ഹസ്ബൻഡ് ഏർലി ആൻഡ് ഐ വിൽ റീച്ച് ബൈ 8:30. എൻ്റെ ലൈഫിൻ്റെ ഒരു 75% ടൈം ഞാൻ സ്പെൻഡ് ചെയ്തത് ട്രാവലിങ് ആൻഡ് ജോബിന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ടൈം ഉറങ്ങാൻ മാത്രം. ഒരു 3.5 വർഷങ്ങൾക്കിപ്പുറമാണ് സുഫിയാനെ വെൽക്കം ചെയ്യാൻ ഞാൻ റൂമിലുണ്ടാവുന്നത്. അല്ലാതെ ആളൊരു കാലി റൂമിലേക്കായിരുന്നു എപ്പോൾ വരാറുള്ളത്. ഞാൻ ജോബ് റിസൈൻ ചെയ്ത് അന്ന് പറയാൻ തുടങ്ങിയതാണ്. എനിക്കിപ്പോൾ ഒരു വീട്ടിലേക്ക് വരുന്നൊരു ഫീൽ കിട്ടി. അല്ലാതെ ഞാൻ വരുന്നു, മെസ്സായി കിടക്കുന്ന റൂം ക്ലീൻ ചെയ്യുന്നു, രാവിലത്തെ ഓട്ടപ്പച്ചലൊന്നും ക്ലീൻ ചെയ്യാൻ ടൈം കിട്ടാറില്ല. അതാണ് സത്യാവസ്ഥ. അപ്പം ഞങ്ങളുടെ അവലും ചായ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ അവലി ഇവിടെ റെഡിയായി. അപ്പം അതിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുക്കുന്നുണ്ട്. നോർമലി എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഓട്ടപ്പച്ചൽ പതിവുള്ളതാണ്. മഗ്‌രിബ് നമസ്കാരവും ഓത്തും അതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും കഴിയും. സുഫിയ വരുന്നതിന് മുമ്പ് ഞാൻ റൂമിൽ എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ പണി നടത്താറുണ്ട്. ഡെക്കറേഷൻ മീൻസ് ഒന്നുമില്ല, എനിക്ക് ഊത്, പെർഫ്യൂംസ്, അതുപോലെ തന്നെ കുറച്ച് ഹാർഷായിട്ടുള്ള സ്മെല്ല്, ലോങ് ലാസ്റ്റിങ് സ്മെല്ലൊക്കെ മൈഗ്രെയിനും വോമിറ്റിങ്ങും ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയും ഞാൻ ഊതോ പെർഫ്യൂംസോ എൻ്റെ അടുത്തുനിന്ന് ഒരു ക്ലോസ്ഡ് റൂമിൽ യൂസ് ചെയ്യാൻ സമ്മതിക്കാറില്ല. ഈ ഐറ്റം എന്ന് പറയുന്നത് ഞാനങ്ങ് സലാലയിൽ നിന്ന് ഇറക്കിയതാണ്. ഞാനൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കൊലീഗിൻ്റെ കൂടെ. ആ ടൈമിൽ എല്ലാ ടൂറിസ്റ്റും വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് സ്മെല്ല് ചൂസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു സ്മെല്ല് വേണം, ലാസ്റ്റ് ചെയ്യാൻ പാടില്ല, വളരെ മൈൽഡായിരിക്കണം. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഒരു റിക്വയർമെൻറ്റ് കേൾക്കുന്നത്. യെസ്, എനിക്ക് മൈഗ്രെയിൻ്റെ അത്ര ഇഷ്യൂ ഉണ്ട്. എനിക്കിത് കത്തിക്കുന്നത് സ്മെല്ലല്ല പ്രധാനം, ആ ഒരു കോസി വൈബും ഇതിൻ്റെ ആ പുകയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇത് ചെറിയൊരു സ്മെല്ലുണ്ട്, എന്നാൽ പിന്നെ അധികം ലാസ്റ്റ് ചെയ്തിട്ട് മൈഗ്രെയിൻ വരത്തില്ല. സുഫിയാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സീ യു സൂൺ.